ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സൂപ്പർ കൺമണിയുടെ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ഇന്നത്തെ എപ്പിസോഡ് അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണെങ്കിലും അവസാനം കൃഷ് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കൃപയെടുത്ത് പറയുന്ന സീനുണ്ട്. പിന്നെ കൺമണിയുടെ ഒരു ഹീറോയിസം സീനും ഉണ്ട്. പക്ഷെ നാളത്തെ എപ്പിസോഡ് നല്ലൊരു എപ്പിസോഡാവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ മനോജിനെയും അമ്മായിമാരെയൊക്കെയാണ്. അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ധനലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു സദ്യ വെക്കണം, ഹോ ഇനിയിപ്പോൾ പായസം അട വേണോ അതോ കടലപ്പായസം വേണോ, എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ആരെയെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വിടാൻ മേലോട്ട് നോക്കി ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ മതി, അത് മാത്രമേ ഇനി ചെയ്യാൻ ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കറക്റ്റ് ധനലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. വരുൺ വരുന്ന സമയത്ത് മനോജാണെങ്കിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആദ്യം വണ്ടി മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് ആരാണെന്ന് അറിയില്ലല്ലോ. മനോജ് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ധനലക്ഷ്മി ചിരിക്കുന്നുണ്ട്. എനിക്കൊന്ന് ധനലക്ഷ്മി വരുൺ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു ഇക്കാര്യത്തിൽ. പിന്നീട് വരുൺ കാറിൽ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോഴത്തേക്ക് അച്ഛനും കൺമണി നോക്കുന്നുണ്ട്. കൺമണി ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത്. ആ സമയത്ത് അമ്മായിമാർ പറയുന്നുണ്ട്, ഇവനെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ബെസ്റ്റ് സമയത്താണ് വന്ന് കയറുന്നത്, നമ്മളെന്തോരം ഈ ചെറുക്കനെ കളിയാക്കിയിട്ടുള്ളത് അല്ലേടി എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മായിമാരും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുണിനെ കാണുമ്പോൾ ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, അല്ല വരുണെ നിങ്ങളിപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് മനോജ് ചോദിക്കുന്നുണ്ട്, വരുണെ കല്യാണക്കാര്യം സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട, പിന്നെ സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ ചെവയിലേക്ക് നോക്കും. അപ്പോൾ വരുണിൻ്റെ അച്ഛൻ അങ്ങോട്ട് ചെന്ന് വായിച്ചു നോക്കും ആ നോട്ടീസ്. അപ്പോഴത്തേക്ക് വരുൺ ചോദിക്കും, ഓ ഈ ജപ്തി നോട്ടീസ് വന്നുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ മരണ വീട്ടിൽ ഇരിക്കുന്ന പോലെ കരഞ്ഞിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രീനിവാസൻ പറയുന്നുണ്ട്, അതേ മോനേന്ന്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇതെന്താ ആദ്യം എൻ്റെ അടുത്ത് പറയാതെ എന്ന്, ഇവിടെയാണ് ജപ്തി നോട്ടീസ് ഒട്ടിച്ചെങ്കിൽ എൻ്റെ വീട്ടിലെ ചുവരിലൊട്ടിച്ച പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറയും. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, മോനെ എങ്ങനെയാണ് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അച്ഛൻ ഇപ്പോഴും ഞങ്ങളെ കാണുന്നത് ചെറുക്കൻ വീട്ടുകാരായിട്ടാണോ, പക്ഷെ ഞാൻ അങ്ങനെയല്ല നിങ്ങളെ കാണുന്നത്, എൻ്റെ സ്വന്തം വീട്ടുകാരായിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ ഒട്ടിച്ച പോലെ എനിക്ക് തോന്നുന്നതെന്ന്. അത് കഴിഞ്ഞ് കൺമണിയുടെ അടുത്തേക്ക് വന്നിട്ട് വരുൺ പറയുന്നുണ്ട്, ഞാൻ ഈ ലോൺ അടയ്ക്കാം, എന്നിട്ട് ആധാരം എടുത്തു തരാം അടുത്ത ദിവസം തന്നെ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, കൺമണി എന്നെ കല്യാണം കഴിക്കണം, കല്യാണത്തിന് സമ്മതിച്ചാൽ ഉറപ്പായിട്ടും ഈ ലോണും അടച്ച് ആധാരം നിങ്ങൾക്ക് എടുത്തു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൺമണിക്ക് ഇതൊക്കെ കെടുത്തി ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കൺമണി പറയുന്നുണ്ട്, എനിക്കൊട്ടും താല്പര്യമില്ല നിങ്ങളെ ഈ കാര്യത്തിൽ ബന്ധപ്പെടുത്താൻ, കാരണം നിങ്ങളിപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ 101 പവൻ സ്വർണം തന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ തന്നിട്ടുണ്ട്, ഇനി ഇതിലും കൂടെ നിങ്ങളെ ഉൾപ്പെടുത്തി കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട്, സോറി എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറയാം, കയറെടുക്കണോ കടലിൽ ചാടണോ എന്നറിയാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, ആ സമയത്താണ് നീ ഇങ്ങനെ ഓരോന്നും പറയുന്നതെന്ന് ധനലക്ഷ്മി ചോദിക്കുവാണ്. അത് മാത്രമല്ല, ഈ സമയത്ത് കയറെടുക്കണോ കടലിൽ മുങ്ങി താഴണോ എന്ന് ആലോചിക്കുന്ന സമയത്താണ് ദൈവമായിട്ട് വരുണിൻ്റെ രൂപത്തിൽ ഒരു പിടിവള്ളി കൊണ്ടുവന്നത്, അപ്പോഴാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇനി നിൻ്റെ തീരുമാനം നീ പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും മോളെ നിനക്കറിയാമല്ലോ ഞങ്ങൾ കാശൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതെന്തിനാണെന്ന്, ഇനിയിപ്പം നിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ വരുൺ പറയുന്നുണ്ട്, ഞാൻ കൺമണിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, അതിനെല്ലാം ഒരു മാപ്പ് എന്ന രീതിയിൽ ഞാൻ ഇന്നലെ വിളിച്ച് സോറി പറയുകയും ചെയ്തു, ഇനി ഒരു ഉറപ്പിന് വേണ്ടി വേണമെങ്കിൽ കൺമണിയുടെ അച്ഛൻ്റെ തലയോട്ട് ഞാൻ വേണമെങ്കിൽ സത്യം കൂടെ ചെയ്യാം എന്ന് പറഞ്ഞ് വരുൺ കൺമണിയുടെ അച്ഛൻ്റെ തലയത്തോട്ട് സത്യമൊക്കെ ചെയ്യുന്നുണ്ട്. ഫുൾ അഭിനയമാണ്, പക്ഷെ നല്ല രീതിയിൽ വരുൺ അഭിനയിക്കുന്നുണ്ട് കേട്ടോ, അത് പറയാതെ ഇരിക്കാൻ പറ്റില്ല. വരുൺ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും കൺമണിയെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കില്ല, വഴക്ക് പറയത്തോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അമ്മായിമാർ പറയുന്നുണ്ട്, ആ വേട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ താഴ്മയോടൊക്കെ സംസാരിക്കുന്നത്, അതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ വരുൺ വന്നത് ഞങ്ങളെ രക്ഷിക്കാനല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ താഴ്ന്ന് സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വരുൺ ചോദിക്കുന്നുണ്ട്, എൻ്റെ സഹായം പിന്നെ എന്താ നിങ്ങൾ നിരസിക്കുന്നത്, എൻ്റെ സഹായം നേടാൻ എന്തെങ്കിലും നാണക്കേടോ മറ്റോ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട്, എന്ത് നാണക്കേട്, നാണക്കേടല്ല ആദരവാ മോനോട് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. കൺമണി ഉറച്ച മനസ്സോടെ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും വരുണിൻ്റെ അച്ഛൻ്റെ സഹായം ഇപ്പം ഞങ്ങൾക്ക് വേണ്ട, ദൈവമായിട്ട് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക്
ഉടനെ ധനലക്ഷ്മി പറയുന്നുണ്ട് ഇതാണ് ദൈവം കാണിച്ച വഴി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് കൺമണി മുഖത്തടിച്ച പോലെ പിന്നെയും പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയുന്നുണ്ട് വരുണിൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തും. അതിൽ വരുണും വരുണിൻ്റെ അച്ഛനും ചമ്മി തല താഴ്ത്തി നിൽപ്പുണ്ട് അവിടെ. അത് കഴിഞ്ഞ് വരുണിന് നല്ല ദേഷ്യം വന്നു. പക്ഷേ ഇപ്പം നല്ല പിള്ളേരായിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് ആ ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വരുൺ നൈസായിട്ട് മനോജിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോകുന്നുണ്ട് അവിടുന്ന്. എന്നിട്ട് അമ്മായിമാരുടെ അടുത്തേക്ക് ധനലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ട് പാവം ആ വരുൺ, അവൻ പറഞ്ഞ കേട്ടില്ലേ, അവന് ഉറപ്പ് കിട്ടി ഈ കല്യാണം നടക്കുമെന്ന് ഉറപ്പ് കിട്ടി. അവൻ എന്തായാലും പൈസ അടിച്ച് ആദായം തിരിച്ചെടുക്കുമെന്ന്, എന്തായാലും ദൈവമായിട്ട് അയച്ചത് അവനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാരും ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ദൈവമായിട്ട് കൊണ്ടുവന്ന വഴിയായി, ഇനി നമുക്ക് രക്ഷപ്പെടാൻ മറ്റൊരു വഴിയില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇവയുടെ കല്യാണം നടത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ കൺമണി പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ വിവാഹം നടത്തിയിട്ട് എന്തായാലും ഈ വീട് ജപ്തിയിൽ നിന്ന് തിരിച്ചെടുക്കും എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈശ്വരനായിട്ടൊരു വഴി എന്തായാലും എൻ്റെ മുന്നിൽ തെളിച്ച് കാണിക്കും എന്ന് പറഞ്ഞിട്ട് കൺമണി പോകുന്നുണ്ട് ദേഷ്യത്തോട്. അപ്പോഴത്തേക്ക് ധനലക്ഷ്മി ഓടിച്ചെന്ന് കൺമണി പിടിച്ചിട്ട് അമ്മായിമാരുടെ മുന്നിൽ നിർത്തി ചോദിക്കുന്നുണ്ട് ഇതല്ലേടി ഈശ്വരൻ കൊണ്ടുവന്ന വഴി, ഇനി എന്ത് വഴിയാണ് ഈശ്വരൻ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കൺമണി പറയുന്നുണ്ട് എനിക്കറിയാം എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അമ്മായിമാരെ നിങ്ങളൊന്ന് ചോദിക്കും ഇവളുടെ അടുത്ത് എങ്ങനെയാണ് ഇവള് ഈ ജപ്തിയിൽ നിന്ന് വീട് തിരിച്ചെടുക്കുന്നതെന്ന് ചോദിക്കാൻ പറയും, ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കും അവസാനം പെരുവഴി പച്ചച്ചട്ടി എടുത്ത് നടക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മായിമാരും ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കൺമണി ഓർക്കുന്നതാണ് വരുൺ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ. അപ്പോൾ കൺമണി ഇതൊക്കെ ഓർത്തിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് മോളെ നീ എന്ത് തീരുമാനിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വീടിൻ്റെ പറമ്പത്തും മുറ്റത്തും ഒക്കെ നിങ്ങളുടെ ഓർമ്മകളാണ്, പിന്നെ നിങ്ങളുടെ അമ്മയുടെ ഓർമ്മകളും എല്ലാം കുടികൊള്ളുന്നൊരു വീടാണ് ഇത്. അതുകൊണ്ട് തന്നെ മോളെ നീ ആ വരുണുമായിട്ട് കല്യാണത്തിന് സമ്മതിച്ചാൽ ഈ വീട് നമ്മുടെ കയ്യിൽ ഇരിക്കത്തില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ കൺമണി പെട്ടെന്ന് വിഷമത്തി അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കും ഓഹോ അപ്പം നിങ്ങളെന്താ വിചാരിച്ച ഈ വീട് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചിട്ട് ഈ വീടും എല്ലാം തിരിച്ചു പിടിച്ച് നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിച്ച് ഞാൻ എൻ്റെ ജീവിതം ഹോമിക്കണം അല്ലേ, അതല്ലേ നിങ്ങളൊക്കെ മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളുടെയൊക്കെ ആരാ ഞാൻ, ഒരു സത്യം പറഞ്ഞാൽ ഞാനൊരു മകളാണ്, ഒരു അനിയത്തിയാണ്. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഒരു പരിഗണന ഇവിടെ കിട്ടുന്നുണ്ടോ? ഞാൻ ഒന്ന് കരഞ്ഞ് എൻ്റെ കണ്ണീര് തുടയ്ക്കാൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ജനിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ ഞാൻ ഇങ്ങനെ എല്ലാവരുടെ സുഖത്തിനും സന്തോഷത്തിനും ഒക്കെ വേണ്ടി എൻ്റെ ജീവിതം ഹോമിക്കണം അല്ലേ? ഞാൻ കരഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് കരഞ്ഞ് എൻ്റെ കണ്ണീര് തുടയ്ക്കണം, ആരും എനിക്ക് വേണ്ടി ഇല്ല ഈ വീട്ടിൽ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് കൺമണി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അച്ഛന് വിഷമം, അച്ഛൻ ഒരു മൂലയിൽ ചെന്നിന്ന് കരയുന്നുണ്ട്. ആ സമയത്ത് കൺമണി മനസ്സിൽ വിചാരിക്കുന്നത് ഇനി പറഞ്ഞ കൂടിപ്പോയോ എന്ന്. എന്നിട്ട് കൺമണി ഓടി ചെന്ന് അച്ഛനെ പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ അത് അപ്പോഴത്തെ ആ ഒരു വിഷമത്തിൽ പറഞ്ഞു പോയതല്ലേ, അതോർത്ത് വിഷമിക്കണ്ട, എന്തായാലും നമുക്ക് ദൈവം ഒരു വഴി കാണിക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് കൺമണി അച്ഛൻ്റെ അടുക്കലിൽ നിന്ന് ബാഗ് എടുത്ത് അലികയിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്ന അമ്മായിമാരെയാണ്. അമ്മായിമാർ വിഷമത്തിൽ ഇനി ധനലക്ഷ്മി പറഞ്ഞ പോലെ നടക്കുമോ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ധനലക്ഷ്മി മാസ് എൻട്രി ആയിട്ട് വരുന്നുണ്ട്. വന്നിട്ട് ധനലക്ഷ്മി പറയുന്നുണ്ട് ഇത്രയും നാളും കണ്ടതൊന്നുമല്ല, ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ കളികൾ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരാളുടെയും മനസ്സിലാഗ്രഹിക്കും സ്വന്തമായിട്ടൊരു വീടും കിടപ്പാടവും ഒക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഉള്ളതൂടെ പോകാൻ പോവുക. ഇനി നിങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇനി ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, നിങ്ങൾ ഒരു ദിവസം നിങ്ങൾക്കൊരു അപകടം പറ്റുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കിടക്കാൻ അല്ലെങ്കിൽ ഒന്ന് നോക്കാൻ പോലും അറിയില്ല, നിങ്ങൾ മൂന്നുപേര് കല്യാണം പോലും കഴിച്ചിട്ടില്ല, അതെല്ലാം പോട്ടെ അപകടമൊന്നും വരാതിരിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾക്ക് മൂന്ന് പേർക്ക് പ്രായമായി കഴിയുമ്പോൾ കിടക്കാൻ ഒരു കിടപ്പാടമെങ്കിലും വേണ്ടേ? ഇനിയെങ്കിലും നിങ്ങൾ ആ കൺമണിയുടെ കൂടെ നിന്ന് ഒന്നും ചെയ്യാതെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ആ വരുണുമായിട്ട് അവളുടെ വിവാഹം നടത്താൻ നോക്കണം എന്ന് പറഞ്ഞിട്ട് കൺമണി അങ്ങ് നമ്മുടെ ധനലക്ഷ്മി അങ്ങ് പോകും. അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് അമ്മായിമാരിങ്ങനെ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കൃഷ്ണൻ്റെ വീടാണ് കാണിക്കുന്നത്. കൃഷി ഇന്നലെ കൺമണിയുടെ ബർത്ത്ഡേക്ക് എടുത്ത ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കൃപയെ കാണിക്കുകയാണ്. എന്നിട്ട് കൃപ ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കൃഷി പറയുന്നുണ്ട് കൃപ മോൾക്ക് അറിയുമോ, ഞാൻ ഇന്നലെ 12 മണിക്ക് ആ വീട്ടിൽ പോയ സമയത്ത് കൺമണി പേടിച്ചു പോയി ഞാൻ എന്താ ഈ രാത്രിയെന്ന്.
നീ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ സാർ ഇപ്പോൾ വന്നതെന്നൊക്കെ. എന്നിട്ട് ഞാൻ പിന്നെ കൺമണി കുറേ നിർബന്ധിച്ചൊക്കെ കൊണ്ടുവന്നു. പിന്നെ ബർത്ത്ഡേ കേക്ക് മുറിക്കാനാണെന്ന് കണ്ടപ്പോൾ അവൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ വിഷമമൊക്കെ വന്നു അവൾക്ക്. ആദ്യമായിട്ട് അവളുടെ ബർത്ത്ഡേ ഒരാൾ അറിഞ്ഞിങ്ങനെ കേക്കൊക്കെ മുറിക്കുന്നതെന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും കൃപമോള് കാരണമല്ലേ അവളുടെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ കൃപയ്ക്ക് ഒരു സന്തോഷമാവുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.